പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വയോധികയെ കൊലപ്പെടുത്തിയ പ്രതികൾ പിടിയിൽ. ആട്ടയാംപതി സ്വദേശികളായ ഉദയകുമാർ മറ്റൊരു 17-കാരനുമാണ് പിടിയിലായത്. കവർച്ചയ്ക്കിടെ വൃദ്ധയെ തീയിട്ട് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടുകയായിരുന്നു. ആട്ടയാംപതി സ്വദേശി സരസമ്മാളിനെയാണ് മോഷണ ശ്രമത്തിനിടെ കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ക്രൂരമായ ഒരു കൊലപാതകം, അതിൽ 17-കാരനും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യം. എപ്പോഴായിരുന്നു ഈ കൊലപാതകം? എങ്ങനെയാണ് പ്രതികൾ പോലീസിനെ പിടിയിലായത്? മറ്റ് വിശദാംശങ്ങൾ കൂടി പങ്കുവെക്കാം. അശ്വതി, കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് പാലക്കാട് ഈ വടകരപ്പതി ആട്ടയാംപതി സ്വദേശിയായിട്ടുള്ള സരസമ്മാൾ എന്ന 66 വയസ്സുകാരിയെ കാണാതാവുന്നത്. അവരെ കാണാതായതോടുകൂടി നാട്ടുകാർ ആദ്യം അത് ശ്രദ്ധിക്കുന്നു, പിന്നീട് ബന്ധുക്കളെ വിവരം അറിയിക്കുന്നു. ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുന്നു. കൊഴിഞ്ഞാമ്പാറ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിനൊടുവിൽ 2 യുവാക്കളെ പോലീസ് പിടികൂടുകയായിരുന്നു. ഒന്ന് ഈ ആട്ടാമ്പതി സ്വദേശി തന്നെയായിട്ടുള്ള ഉദയകുമാറും പിന്നെ ഒരു 17-കാരനുമാണ് പോലീസിന്റെ പിടിയിലായത്. അതിൽ പോലീസ് ഈ 2 യുവാക്കളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത് വലിയൊരു കൊലപാതകമാണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. അതായത് ഈ സരസമ്മാള് ഈ വീട്ടിൽ, ഇപ്പം എൻ്റെ പുറകിൽ കാണുന്ന വീട്ടിലാണ് ഈ ഒരു കൊലപാതകം നടന്നത്. ഈ വീട്ടിൽ താമസിക്കുന്ന ഉദയകുമാറും അതുപോലെ തന്നെ സഹോദരൻ താമസിക്കുന്നുണ്ട്. അതിൽ സഹോദരൻ്റെ ഭാര്യയ്ക്ക് ഒരു സാരി നൽകിയിരുന്നു. ആ സാരിയുടെ പണം ചോദിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് സരസമ്മാൾ എത്തുന്നു. ആ സമയത്ത് അവരെ ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപ്പെടുത്തിയതിന് ശേഷം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഷെഡിൽ വെച്ച് ഒരു ഡ്രമ്മിനകത്തിട്ട് തീ കത്തിക്കുകയായിരുന്നു. അവിടെ നമുക്കൊരു പുകയൊക്കെ കെട്ടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ തീ കത്തിച്ചതിന് ശേഷം മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈ വീട്ടിൻ്റെ തന്നെ പുറകിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നുള്ളതാണ് പ്രതികൾ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ നാടിനെ ഒന്നാകെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് ഇത് എന്നുള്ളതാണ്. കാരണം ഈ 66 വയസ്സുള്ള സരസമ്മാളിനെ സംബന്ധിച്ചിടത്തോളം ഇവർ തൊട്ടടുത്തുള്ള വേലന്താവളം പച്ചക്കറി മാർക്കറ്റിൽ പോയി അവിടുത്തെ പച്ചക്കറികളും മറ്റുമൊക്കെ കൊണ്ടുവന്ന് അത് വൃത്തിയാക്കി അതിനെ മറ്റുള്ള ആളുകൾക്ക് പൈസയ്ക്ക് വിൽക്കുന്ന ഒരു കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ഇവരുടെ മകളുടെ വീട് തമിഴ്നാട്ടിലാണ്. ആ മകളുടെ വീട്ടിൽ ഇടയ്ക്ക് താമസിക്കാറുണ്ട്, ഇടയ്ക്ക് ഈ വീട്ടിലും വന്ന് താമസിക്കാറുണ്ട്. അങ്ങനെ അവരുടെ വീട്ടിൽ വന്ന് ഒരാഴ്ചയോളം താമസിക്കുന്ന സമയത്താണ് ഈ കാണുന്ന പ്രതിയുടെ വീട്ടിലേക്ക് ഈ സാരിയുടെ പണം ചോദിച്ച് വരുന്നതും തുടർന്ന് ഇവരെ ഈ 2 പ്രതികൾ ചേർന്ന് കൊലപ്പെടുത്തുന്നു. ഇവർക്കൊരു മൂക്കുത്തി ഉണ്ടായിരുന്നു, ഒരു 1-2 ഗ്രാം മൂക്കുത്തി. ആ സ്വർണം അപഹരിക്കുക ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണോ പ്രതികൾ ഇങ്ങനെ കൊലപാതകം നടത്തിയത് എന്നുള്ളൊരു സ്വാഭാവികമായിട്ടൊരു സംശയം ഉയരുന്നുണ്ട്. ഒപ്പം ഈ പ്രതികൾ ലഹരിക്ക് അടിമയാണ് എന്നുള്ള സംശയവുമുണ്ട്. ഏതായാലും പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ഇനിയിപ്പോൾ ഈ അവിടെ എത്തി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തണം. ഈ സംസ്കരിച്ചു എന്ന് പറയുന്ന ഭാഗത്തെത്തി കുഴിച്ചു ഉൾപ്പെടെ നോക്കണം, അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടോ, ഏത് ഭാഗത്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉടൻ തന്നെ പോലീസ് ഈ ഞാൻ നിൽക്കുന്ന വീട്ടിലേക്ക് അല്പസമയത്തിനകം എത്തുമെന്നുള്ളതാണ്, തെളിവെടുപ്പിനായി പ്രതികളുമായിട്ട് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ നാടൊന്നാകെ വലിയ ആശങ്കയിലാണ്, ഇവരാകെ ഞെട്ടിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നതിൽ. ഈ സരസമ്മാളിനെ ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാതായതോടുകൂടെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇവർ മിസ്സിംഗ് ആണെന്നുള്ളത് തിരിച്ചറിയുന്നതും തുടർന്ന് പോലീസിൽ പരാതിപ്പെടുന്നതും. പോലീസ് ഏതായാലും തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോഴേതായാലും 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ശരി അരുൺ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും ഒരു കൊലപാതകത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മോഷണ ശ്രമത്തിനിടെയാണ് ഇത്തരത്തിൽ വൃദ്ധയെ ഒരു മൂക്കുത്തിക്ക് വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് അരുൺ നൽകുന്ന വിവരം. സ്വർണം മോഷ്ടിക്കുക എന്നതായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഈ വൃദ്ധയെ കൊലപ്പെടുത്തുന്നു. പിന്നീട് വൃദ്ധയുടെ ശരീരത്തെ ആകമാനം തീ കൊളുത്തി കുഴിച്ചു മൂടുകയായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പങ്കുവച്ചത്.